ഹായ് നമസ്കാരം, എല്ലാവർക്കും മായാസ് ഫുഡ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വെളുത്തുള്ളിയുടെ അച്ചാർ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ആദ്യം തന്നെ പാൻ അടുപ്പത്ത് വെച്ച് ചൂടായതിനു ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. ഈ ഉലുവ നന്നായിട്ട് വറുത്തിട്ട് പൊടിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. ഇതിൻ്റെ കളറൊന്ന് മാറി ബ്രൗൺ കളർ വന്നതിന് ശേഷം പൊട്ടിയിട്ട് വരും. ആ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇത് ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കാം. ഉലുവ പാനിൽ നിന്ന് മാറ്റിയതിന് ശേഷം പാൻ വീണ്ടും അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിന് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ 150 മില്ലിക്ക് അടുത്ത് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1/2 കിലോ വെളുത്തുള്ളിയാണ് ഞാൻ എടുക്കുന്നത്, അതുകൊണ്ട് അതിനാവശ്യമുള്ള നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് അതിലേക്ക് ഒരു 4 വറ്റൽമുളക് ചെറുതായിട്ട് മുറിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 4 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് മുറിച്ചിട്ട് അതും ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1/2 കിലോ വെളുത്തുള്ളി ക്ലീൻ ചെയ്തതാണ്, അതിന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഒരു 5 മിനിറ്റ് ഒന്ന് നമുക്ക് എണ്ണയിലിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില എല്ലാം കൂടിയിട്ട് ഒരു 5 മിനിറ്റ് ആ പച്ചച്ചുവ ഒന്ന് മാറണ വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇവിടെ ഞാൻ നാടൻ വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത്. വലിയ വെളുത്തുള്ളി ആണെങ്കിൽ കട്ട് ചെയ്തിട്ട് സെൻറ്റർ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ നാടൻ വെളുത്തുള്ളി ആയതുകൊണ്ട്, അധികം വലിപ്പമില്ലാത്ത വെളുത്തുള്ളി ആയതുകൊണ്ട് കട്ട് ചെയ്തിട്ടില്ല, മുഴുവനായിട്ട് ഇട്ടിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഫ്ലെയിം ഒന്ന് സിമ്മിലാക്കി വയ്ക്കുക. 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയാണിത്, അതിട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, എരിവുള്ള മുളക് പൊടിയാണിത്, അതിട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ കായപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ വറുത്ത് പൊടിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ഉലുവ പൊടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എരിവൊക്കെ നമ്മുടെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. നല്ല എരിവ് ആവശ്യമുണ്ടെങ്കിൽ മുളക് പൊടി 1/2 ടീസ്പൂണോ 1 ടീസ്പൂണോ കൂട്ടിയാൽ മതി. ഇതുവരെ നമ്മൾ ഉപ്പിട്ട് കൊടുത്തിട്ടില്ല. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് പൊടി ഇട്ട് കൊടുക്കാം. നോക്കിയിട്ട് ഇട്ട് കൊടുക്കണം, കൂടിയിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ട് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ലാസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. ഞാനൊരു 1/2 കപ്പ് വിനാഗിരി എടുത്തിട്ടുണ്ട്, അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പുളിപ്പ് എത്രയാണ് ആവശ്യമുള്ളത് അതിനനുസരിച്ച് നമുക്ക് നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം. 1 ടീസ്പൂൺ ശർക്കരപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എരിവും പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശർക്കരപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ചൂടാറിയതിന് ശേഷം ഒരു ഗ്ലാസ് ജാറിലേക്കോ ബൗളിലേക്കോ മാറ്റാം. എൻ്റെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്